48 ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ വിവിധ ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പിൽ അധികാരം തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗം ശക്തമായി ശ്രമിക്കുമ്പോൾ ശിവസേനയെ പുലർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ശിവസേനയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ തകർത്തുകൊണ്ട് ദേവേന്ദ്ര ഫട്നാവിസും സംഘവും അവിടെ BJPക്ക് വേണ്ടിയുള്ള വലിയ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ഏക്നാഥ് ഷിൻഡെ അവരോടൊപ്പം ചേർത്ത് പിടിച്ചെങ്കിലും ഏക്നാഥ് ഷിൻഡെയെ BJPയിലേക്ക് ലയിപ്പിക്കാൻ, അതായത് അദ്ദേഹത്തിന്റെ പാർട്ടിയെ BJPയിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമവും നടക്കുന്നുണ്ട്. എന്നാൽ അതിന് വഴങ്ങാതെയാണ് ഏക്നാഥ് ഷിൻഡെ പ്രത്യേകമായിട്ടുള്ള ഒരു ബ്ലോക്കായി ഇരിക്കുന്നത്. ഏക്നാഥ് ഷിൻഡെയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി ഉദ്ധവ് താക്കറെയിൽ നിന്നും വേറിട്ട് പോയി എന്ന് വിചാരിച്ച് വലിയ നേട്ടങ്ങളൊന്നും ഇല്ല. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് സീറ്റുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും തമ്മിൽ തർക്കം അതിരൂക്ഷമാണ്. കാരണം ബാരാമതി സീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. അജിത് പവാറും സംഘവും ഏക്നാഥ് ഷിൻഡെക്ക് എന്നും ഒരു വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. സീറ്റ് വിഭജനം അതിശക്തമായി അതിവിദഗ്ധമായി തന്നെയാണ് ഇന്ത്യ മുന്നണി പൂർത്തീകരിച്ചതെങ്കിൽ അത് ഒരിടത്തും എത്താതെ നിൽക്കുന്നത് NDA മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ കേന്ദ്ര സർക്കാരിൽ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള കർമ്മശേഷിയുള്ള മന്ത്രി എന്ന ഖ്യാതി നേടിക്കഴിഞ്ഞിരുന്ന നിതിൻ ജയറാം ഗഡ്കരി, നാഗ്പൂരിൽ നിന്നുള്ള 2 തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ച നിതിൻ ഗഡ്കരി സംസാരിക്കുന്നത് 48 സീറ്റിൽ വലിയൊരു മുന്നേറ്റം NDAക്ക് കാണും. 40-ന് മേൽ തൂത്തുവാരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മൂന്നാമതൊരു ഊഴവും കേന്ദ്ര സർക്കാർ, അതായത് മോദി സർക്കാരിന് നൽകാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ഇപ്പോൾ രാജ്യത്ത് ഉടലെടുക്കുന്നത്. അത് മാത്രമല്ല, എക്സിറ്റ് പോൾ സർവേകളിലൊക്കെ വലിയ മുന്നേറ്റം NDA കക്ഷിക്ക് 2023 അവസാന കാലഘട്ടങ്ങളിലൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആ ഒരു ട്രെൻഡ് പൊതുവെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 2024 ഏപ്രിലൊക്കെ നടത്തിയ സർവേ ഫലങ്ങളിൽ എല്ലാം ഇന്ത്യ മുന്നണിക്ക് ഒരു മുൻതൂക്കം പല സ്ഥലങ്ങളിലും ഉണ്ടാകും എന്നുള്ളതാണ്. വോട്ട് ഷെയറിൽ NDAക്ക് ഗണ്യമായിട്ടുള്ള കുറവുണ്ടാകുന്നതിന്റെ പ്രധാന കാരണം ഈ തമ്മിലടിയും ഈ പൊരുത്തമില്ലായ്മയും തന്നെ ആയിരിക്കും. എന്നാൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുന്ന ഉദ്ധവ് താക്കറേക്കും ശരത് പവാറിനും കോൺഗ്രസിനും അവിടെ ആശയക്കുഴപ്പം ഒന്നും തന്നെയില്ല. ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കി വലിയ തോതിൽ പ്രശ്നമായിരിക്കുന്നത് ആകെ ശരത് പവാറിനെയും ഏക്നാഥ് ഷിൻഡെയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ആ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ പരിഹരിക്കാൻ BJP നേതൃത്വത്തിന് കഴിയുമെങ്കിൽ മാത്രമേ മഹാരാഷ്ട്രയിൽ ഒരു മേൽഗതി ഉണ്ടാവുകയുള്ളൂ എന്ന് ഗഡ്കരിക്കും കൃത്യമായി അറിയാം.